ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ റഷ്യ റിലേഷൻസ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ നമ്മളുടെ റഷ്യൻ കൗണ്ടർ പാർട്ടിനെ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ടാരിഫ് ഇമ്പോസിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാരണമായിരിക്കാം ഒരു പെട്ടെന്നുള്ളൊരു മീറ്റിംഗിലേക്ക് അവർ രണ്ടുപേരും കടന്നത്, നമ്മളുടെ USA ടാരിഫ് ഇമ്പോസിഷനുമായി ബന്ധപ്പെട്ട്. സോ ഇതിന്റെ ഭാഗമായിട്ട് മോദിയും പുടിനും ഇന്നലെ ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ത്യ റഷ്യ റിലേഷൻസിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഇന്ത്യ റിലേഷൻസ് എങ്ങനെയാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഫോമാറ്റ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്, ദെൻ റിലേറ്റഡ് ടു നമ്മൾ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷനെ അനലൈസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഡോക്ടർ ആവണം. എന്താണ് കറന്റ്ലി ഉള്ള പ്രോബ്ലം അല്ലെങ്കിൽ കറന്റ്ലി അവരുടെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കണം. സോ നമ്മൾ 4 ടൂൾസ് അതിന് യൂസ് ചെയ്യും. പൊളിറ്റിക്കൽ കോർപ്പറേഷൻ, എക്കോണമിക് കോർപ്പറേഷൻ, ദെൻ ടെക്നോളജിക്കൽ, ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക്കൽ. ഇങ്ങനെ 4 കാര്യങ്ങൾ. ഇതിനെ നമുക്ക് ഓരോ കൺട്രിയുടെയും അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ടെക്നോളജിക്കൽ കോർപ്പറേഷൻ ചില കൺട്രി ആയിട്ട് ഉണ്ടാകണം എന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യ ഫിലിപ്പീൻസ് പഠിച്ചു. അപ്പോൾ ടെക്നോളജിക്കൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബ്രഹ്മോസ് മിസൈൽസ് കയറ്റി അയക്കുന്ന ഒരു ടെക്നോളജിക്കൽ കോർപ്പറേഷൻസ് മാത്രമേ ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ഹെഡ്സിൽ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ കോർപ്പറേഷൻ, എക്കോണമിക് കോർപ്പറേഷൻ, വലിയ വലിയ കൺട്രികൾ വരുമ്പോൾ ഈ എക്കോണമിക് കോർപ്പറേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, സർവീസ് സെക്ടർ, ഇങ്ങനെ 3 സെക്ടറിൽ മാനുഫാക്ചറിങ്, സർവീസ്, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ നമ്മളൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എഴുതുമ്പോൾ അല്ലെങ്കിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗുകൾ എഴുതുമ്പോൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട, ഇന്റർനാഷണൽ റിലേഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്ട്രക്ചറാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്ത്യയുടെയും റഷ്യയുടെയും റിലേഷനിലേക്ക് പോകാം. റഷ്യ സ്വതന്ത്രമാകുന്നത് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ USSR ഫോം ചെയ്യുന്നത് 1922 കാലഘട്ടങ്ങളിലാണ്. അന്നത്തെ സാർ ഭരണാധികാരികളെ തകർത്തുകൊണ്ടാണ് റഷ്യ ഒരു സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിട്ട് ലോകത്ത് ഉയർന്നു വരുന്നത് 1922 കാലഘട്ടങ്ങളിൽ. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. പക്ഷേ ഇന്ത്യയും റഷ്യയുമായിട്ട് നല്ലൊരു ടൈസ് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മളുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആക്കിയ ഒരു കാര്യമാണ്. ഓക്കെ, സോ നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ഇറയായിരുന്നു ഈ നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. സോ നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ, 5 years പ്ലാൻ ആദ്യമായിട്ട് നടപ്പാക്കിയത് സോവിയറ്റ് റഷ്യയാണ്. റഷ്യയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള ഒരു പ്ലാനാണ് ഈ 5 years പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് നോക്കുമ്പോഴും ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റിനെ നമ്മൾ അഡ്മയർ ചെയ്തിരുന്നു 1950-60 കാലഘട്ടങ്ങളിൽ. അതിനൊരു എക്സാമ്പിൾ ആണ് നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദെൻ അപ്പോൾ നമ്മൾ 1947 മുതൽ 1991 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ആദ്യമായിട്ട് നോക്കും. ദെൻ അതിനുശേഷം എൻഡ് ഓഫ് കോൾഡ് വാർ, USSR ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. പല പല രാജ്യങ്ങളായിട്ട് USSR ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം റഷ്യ എന്ന് പറയുന്ന ഒരു കൺട്രി ഫോം ചെയ്യുന്നു. ഓക്കെ, സോ റഷ്യയുമായിട്ട് നമ്മളുടെ 1991 ശേഷം, കോൾഡ് വാറിന് ശേഷമുള്ള ഒരു പീരീഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ അവിടുത്തെ റിലേഷൻഷിപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ദെൻ കറന്റ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, സോ 1947 മുതൽ 1991 വരെ ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് പാർട്ട്ണർ ആയിരുന്നു. നമ്മൾ ഏത് നയമായിരുന്നു ആ സമയത്ത് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരാ പ്രസ്ഥാനം. നമ്മൾ ആരുമായിട്ടും ചേരില്ല. പക്ഷേ നമ്മളുടെ ചേരാ പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി അലൈൻഡ് ടുവേർഡ്സ് റഷ്യയുമായിട്ട് ചെറിയ ഒരു അലയൻസ് നമ്മളുടെ ഈ ചേരാ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു MiG-21 നമുക്ക് റഷ്യ തന്നു. MiG-21 1962 ഇന്ത്യ ചൈന വാറ്, ഇന്ത്യ തോറ്റതിന് ശേഷം നമ്മൾ ഡിഫൻസ് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ MiG-21 വാങ്ങിക്കുകയാണ്. ദെൻ നമ്മളുടെ ഡിഫറെന്റ് പവർ പ്ലാന്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യ
റഷ്യ അന്ന് ഇന്ത്യയിൽ നയിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ. എക്സാമ്പിൾ ഏതാണ്? ഭിലായ് ആൻഡ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആൻഡ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. സോ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഹെവി ഇൻവെസ്റ്റ്മെന്റുകളോട് കൂടിയിട്ട് റഷ്യ പണിത് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ മിലിറ്ററി സപ്പോർട്ടിൽ ഞാൻ പറഞ്ഞു MiG-21 ആദ്യമായിട്ട് നമ്മൾ MiG-21 വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് ടൈസ് എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ കാശ്മീർ പ്രശ്നം. അതായത് കാശ്മീർ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാശ്മീർ പ്രശ്നം എടുത്തുകൊണ്ട് എങ്ങടേക്ക് പോയി? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് പോയി. ഓക്കെ, സോ അമേരിക്ക ആരുടെ ഭാഗത്ത് നിന്നു? പാകിസ്ഥാന്റെ ഭാഗത്ത് അമേരിക്ക നിന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന ഒരു അലിയായിരുന്നു നമ്മളുടെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് 1947 to 1991 കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഒരു ഫ്രണ്ടായിട്ട് ആരെ കരുതി? റഷ്യയെ കരുതി. സോ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി എന്നാണ് ഒപ്പിടുന്നത് 1971 ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി നമ്മൾ ഒപ്പിടുന്നത് 1971. ഓക്കെ, ദെൻ 1991 ശേഷം 1991 വരെ നിങ്ങൾ ക്ലിയർ ആയല്ലോ. എന്താണ്? റഷ്യ ആയിരുന്നു, സോവിയറ്റ് റഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ സ്ലൈറ്റ്ലി അലൈൻ ടു റഷ്യ ആയിരുന്നു. മിലിറ്ററി പാർട്ണർഷിപ്പ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തി. നമ്മളുടെ ഫ്രണ്ടായിട്ട് അംഗീകരിച്ചു. വേറെ ആരൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രണ്ടായിട്ട് അംഗീകരിച്ചത്? നമ്മൾ ഫിലിപ്പീനിനെ ഫ്രണ്ടായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡോ ഫിലിപ്പീൻസ് റിലേഷനിൽ ഫിലിപ്പീൻസിനെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ വേറെ ആരാണ്? ബംഗ്ലാദേശ് ലിബറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻഡോ ബംഗ്ലാദേശ് റിലേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. സോ ബംഗ്ലാദേശുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒപ്പിട്ടത് എന്നാണ് 1972. കാരണം 1972 വാറിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ബംഗ്ലാദേശിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറുകയും അവരോട് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒപ്പിടുകയും ചെയ്തു. സോ ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ റഷ്യയുമായിട്ട് 1971 ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി നമ്മൾ ഒപ്പിടുന്നത്. ഓക്കെ, സോ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിലും നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അലി എന്ന് പറയുന്നത് ഈ റഷ്യ തന്നെയാണ്. ഓക്കെ, ദെൻ കം ടു ആഫ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ് കോൾഡ് വാർ ഇറ 1991 ശേഷം എന്താ സംഭവിക്കുന്നത്? 1991 ശേഷം നമ്മളുടെ ഫ്രണ്ട്ഷിപ്പുകളും നമ്മളുടെ ബന്ധങ്ങളും കൂടുതൽ സ്ട്രോങ് ആവാനായിട്ട് തുടങ്ങി. ഓക്കെ, നമ്മൾ അതിന്റെ ഭാഗമായിട്ട് 2000 സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, റഷ്യ ഈസ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിട്ടു. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്യുന്നതെന്നാണ് 2000. ഫിലിപ്പീൻസ് ആയിട്ട് നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തത് എപ്പോഴാണ്? നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആണ് എന്ന് മോദി പറയുകയാണ് ചെയ്തിട്ടുള്ളൂ. സോ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമ്മളത് സൈൻ ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കും. ഓക്കെ, സോ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് റഷ്യ ആയിട്ട് സൈൻ ചെയ്തത് 2000. ഓക്കെ, ദെൻ 2010 ഈ ടൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്തു. വെറും ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ മാത്രമല്ല റഷ്യ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ എലവേറ്റ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ്ഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, ഒരുപാട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉള്ള കൺട്രീസ് ഉണ്ട്, പക്ഷേ റഷ്യക്ക് നമ്മൾ ഒരു പ്രിവിലേജ് കൊടുത്തു, സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ്. ഓക്കെ, സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് 2010. ഓക്കെ, സോ ഇന്ത്യയുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഒപ്പിട്ടിട്ട് 25 വർഷം പൂർത്തിയായിരിക്കുകയാണ് റഷ്യയുമായിട്ടുള്ള ഡീലിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ 25th ഇയർ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ നമ്മൾ ഒപ്പിട്ടതിന് ശേഷം. ദെൻ പൊളിറ്റിക്കൽ കോർപ്പറേഷൻ. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പൊളിറ്റിക്കലി കോർപ്പറേറ്റ് ചെയ്യുന്നത്? റഷ്യ നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പെർമനന്റ് മെമ്പർ അല്ലേ? യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു പെർമനന്റ് മെമ്പറാണ്. സോ നമ്മളുടെ സെക്യൂരിറ്റി കൗൺസിലിലേക്കുള്ള എൻട്രീസിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? റഷ്യ പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ വേറെ എന്താണ്? നമ്മൾ ബ്രിക്സിൽ മെമ്പറാണ്. ദെൻ G20 മെമ്പറാണ്. ദെൻ യുണൈറ്റഡ് നേഷൻസ് ഓഫ് കോഴ്സ് ആണല്ലോ. ദെൻ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ മെമ്പറാണ്. സോ ഈ ബന്ധങ്ങളെല്ലാം ബ്രിക്സ്, മൾട്ടി പോളാർ അലൈൻമെന്റ്. മോദി എന്തിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മൾട്ടി പോളാർ അലൈൻമെന്റ്. ട്രംപ് അങ്ങനെ ഒരു വാക്യം പറഞ്ഞപ്പോൾ മോദിയോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ 25% താരിഫ് അടിച്ചു തരും, വലിയ മൾട്ടി പോളാർ അലൈൻമെന്റ് ഒന്നും നിങ്ങൾ പറയാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സോ അങ്ങനെയെല്ലാം നമ്മളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം ആർക്കുണ്ട്? റഷ്യക്ക് ഉണ്ട്. ഓക്കെ, സോ ഇനി എന്താണ്?
ഇനി പൊളിറ്റിക്കൽ റിലേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇന്ത്യക്കും റഷ്യക്കും തമ്മിൽ ഒരു ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഉണ്ട്. ഇന്ത്യക്കും റഷ്യക്കുമിടയിൽ ഒരു ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ. എന്താണ് ഈ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇൻഡോ ബംഗ്ലാദേശ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, റിവർ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാനായിട്ട് നമുക്ക് ജോയിന്റ് റിവർ കമ്മീഷൻ ഉണ്ട്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ജോയിന്റ് റിവർ കമ്മീഷൻ ഉണ്ട്. അതുപോലെ ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കോർപ്പറേഷനുകൾ, എക്കോണമിക് കോർപ്പറേഷനുകൾ, മിലിറ്ററി കോർപ്പറേഷനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡോ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ. രണ്ട് ഗവൺമെന്റുകളുടെ പ്രതിനിധിയായിരിക്കും അവിടെ ഉണ്ടാവുക. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരിക്കും, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുക. റഷ്യയുടെ ആണെങ്കിൽ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുക. ഓക്കെ, സോ ഈ രണ്ടുപേരും കൂടിയിരുന്നിട്ടായിരിക്കും നമുക്ക് രണ്ട് കൺട്രീസിലെ, ഒന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വരും, ദെൻ ഇന്ത്യയിൽ നിന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പോകും. ഇവര് രണ്ടുപേരും ചർച്ച ചെയ്തിട്ടായിരിക്കും നമ്മളുടെ എക്കോണമിക് കോർപ്പറേഷനും മിലിറ്ററി കോർപ്പറേഷനുകളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്പെക്സ് ബോഡി ഇൻ ദ പൊളിറ്റിക്കൽ കോർപ്പറേഷൻ ഫീൽഡ്, മറക്കരുത്. സോ ഇൻഡോ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ആണോ? ദെൻ വി ഗോ ടു ഡിഫൻസ് കോർപ്പറേഷൻ. സോ ഫസ്റ്റ് കോർപ്പറേഷൻ പൊളിറ്റിക്കൽ കോർപ്പറേഷൻ പറഞ്ഞു, എക്കോണമിക് കോർപ്പറേഷനിലേക്ക് നമുക്ക് ലേറ്റർ സ്റ്റേജിലേക്ക് വരാം. ഡിഫൻസ് കോർപ്പറേഷൻ. ഓക്കെ, ഡിഫൻസ് കോർപ്പറേഷനിൽ നമുക്കറിയാം, നമുക്ക് MiG-21 തന്നതാരാണ്? റഷ്യയാണ്. ആദ്യമായിട്ട് 1962 നമുക്ക് MiG-21 വിമാനം നമ്മളുടെ കയ്യിലേക്ക് തന്നത് റഷ്യയാണ് നമ്മളുടെ ഡിഫൻസ് കോർപ്പറേഷനിലെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ. റഷ്യയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മേജർ ഒരു 60-70% ഓഫ് ഡിഫൻസ് എക്യുപ്മെന്റുകൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡിഫൻസ് എക്യുപ്മെന്റുകൾ, ഡിഫൻസ് ടെക്നോളജികൾ എല്ലാം ഷെയർ ചെയ്യുന്നത് നമ്മളുടെ റഷ്യയുമായിട്ടാണ്. ഓക്കെ, ദെൻ വേറെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ഡീൽ ഏതായിരുന്നു? ബ്രഹ്മോസ് ആണ്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ നദിയും മോസ്കോ എന്ന് പറയുന്ന റഷ്യയിലെ നദിയുടെയും ഈ രണ്ട് പേരുകളും ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ബ്രഹ്മോസിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്, ആദ്യ ബ്രഹ്മോസിന്റെയൊക്കെ ലിമിറ്റ്, ഫസ്റ്റ് ബ്രഹ്മോസ്, അതായത് ആദ്യ ബ്രഹ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ എന്നല്ല, ഫസ്റ്റ് ബ്രഹ്മോസിന്റെ ഒരു ലിമിറ്റ് എന്നൊക്കെ പറയുന്നത് 290 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, 290 കിലോമീറ്റർ ആയിരുന്നു. ദെൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 300-ന് മേലേക്കൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ബ്രഹ്മോസ് ആണ് ഇന്ത്യയുടെ കറന്റ്ലി ഉള്ള ഒരു ഡിഫൻസ് കോർപ്പറേഷന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ ബ്രഹ്മോസ് നിർമ്മിക്കാനായിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ബ്രഹ്മോസ് നിർമ്മിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി റഷ്യ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യം ഇതിന്റെ റേഞ്ച് 290 ആയിരുന്നു. ഓക്കെ, ആദ്യം ഇതിന്റെ റേഞ്ച് 290 കിലോമീറ്റർ ആയിരുന്നു. എന്താണ് 290 കിലോമീറ്ററിലേക്ക് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഉണ്ട്. മിസൈൽ ടെക്നോളജികളെ, ലോകത്തിലുള്ള മിസൈൽ ടെക്നോളജികളെ എല്ലാം ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതായത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൈൻ ചെയ്തിരിക്കുന്ന കൺട്രീസ്, ഇത് സൈൻ ചെയ്യാത്ത കൺട്രീസുമായിട്ട്, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം സൈൻ ചെയ്യാത്ത കൺട്രീസുമായിട്ട് മിസൈലുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പണുകൾ, അങ്ങനെയുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡിഫൻസിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, അവരുടെ ടെക്നോളജി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി സെല്ല് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സിസ്റ്റം സെല്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചില നിബന്ധനകൾ പാലിക്കണം. ഏത് റെജീം പ്രകാരം, അല്ലെങ്കിൽ ഏത് എഗ്രിമെന്റ് പ്രകാരം? മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം. സോ ഇത് പ്രകാരം ഒരു നോൺ മെമ്പർ ആയിട്ടുള്ള കൺട്രിക്ക് ഒരു മിസൈൽ ടെക്നോളജി സെല്ല് ചെയ്യുമ്പോഴോ, ന്യൂക്ലിയർ എനർജീസ് സെല്ല് ചെയ്യുമ്പോഴോ, ന്യൂക്ലിയർ വാർഫെയറിലുള്ള സാധനങ്ങൾ എന്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞാലും ചില റെസ്ട്രിക്ഷനുകൾ ഫോളോ ചെയ്യണം. സോ ഇന്ത്യ 2016 വരെ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ സൈൻ ചെയ്യാത്ത കൺട്രികളുമായിട്ട് റഷ്യ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ സമയത്താണ് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിലെ ഒരു റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിസൈൽ നിങ്ങൾ കൊടുക്കുമ്പോൾ, അതായത് റഷ്യയിൽ നിർമ്മിച്ച ഒരു മിസൈൽ നിങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ത്യ നോൺ മെമ്പർ ആണ്, ഇന്ത്യ ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 300 കിലോമീറ്റർ താഴെയായിരിക്കണം അതിന്റെ ദൂരപരിധി. അതായത് ഒരു മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം 300 കിലോമീറ്റർ മാത്രമേ പോകാനായിട്ട് പാടുള്ളൂ.
ഓക്കെ, സോ 300 കിലോമീറ്റർ താഴെയുള്ള വിച്ച് മീൻസ് ഇന്റർ കോണ്ടിനെന്റൽ മിസൈലുകളൊന്നും സെല്ല് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതായിരുന്നു നമ്മളുടെ ടെക്നോളജി ഡീൽ അല്ലെങ്കിൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിന്റെ ഡീൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ 2016 ശേഷം ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം സൈൻ ചെയ്തു. ഓക്കെ, സോ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ത്യയും ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു റെജീമിന്റെ പാർട്ടായിട്ട് മാറി. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിന്റെ പാർട്ടായിട്ട് മാറി. സോ അപ്പൊ എന്താ സംഭവിച്ചേ? അപ്പോൾ നമുക്ക് ഈ 300 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ലേറ്റർ ബ്രഹ്മോസ് മിസൈലുകളെല്ലാം 400 കിലോമീറ്ററും അതിന് മേലേക്ക്, സോ ഇന്റർ കോണ്ടിനെന്റൽ ആയിട്ട് നമുക്ക് വിടാം. അതായത് ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയുടെ അങ്ങേ അറ്റത്തേക്ക് വരെ പോകുന്ന മിസൈലുകൾ നമുക്ക് വേണമെങ്കിൽ വിടാം. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം ഉണ്ടായിരുന്ന മെമ്പർ ആവാത്ത സമയത്ത് എന്തായിരുന്നു? 300 കിലോമീറ്ററിൽ താഴെയായിരുന്നു നമ്മളുടെ എന്ത് വന്നിരുന്നേ മിസൈലുകളുടെ ലിമിറ്റ്. അതായത് വേറൊരു കൺട്രി നമുക്ക് ഷെയർ ചെയ്യുന്ന ടെക്നോളജിയുടെ ലിമിറ്റ് വരുന്നത് 300-ൽ താഴെയായിരുന്നു. അതാണ് ആദ്യമായിട്ട് ബ്രഹ്മോസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 290 എന്ന് പറഞ്ഞൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഡിഫൻസ് കോർപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. എനർജി ഡിപ്ലോമസി അല്ലെങ്കിൽ എനർജി കോർപ്പറേഷൻ, ഇപ്പോൾ കറന്റ് വാർത്തയിലുള്ള എനർജി കോർപ്പറേഷൻ. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എന്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? കറന്റ് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് വിൽ ബി ഇറാൻ, ദെൻ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. അങ്ങനെ ഡിഫറെന്റ് കൺട്രീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ USA എന്ത് വാങ്ങിക്കുന്നുണ്ട്? എണ്ണ വാങ്ങിക്കുന്നുണ്ട്. സോ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ആരാണ് എനർജിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ? റഷ്യ തന്നെയാണ്. കാരണം വില കുറവിന് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മൾ വേറെ എന്തൊക്കെ ടൈസ് നമുക്കുണ്ട്? ന്യൂക്ലിയർ എനർജിയിൽ ടൈസ് ഉണ്ട്. എന്താണ്? നമ്മൾ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലുള്ള കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആരുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? റഷ്യയുടെ നേതൃത്വത്തിലാണ് ആ ഒരു പ്രൊജക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ വേറെ എന്തെങ്കിലും നിങ്ങൾ ഈ അടുത്ത് ഓർക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും എനർജി റിലേഷൻ ആയിട്ട്, പെർട്ടിക്കുലർലി ന്യൂക്ലിയർ എനർജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോപ്പറേഷൻ? കഴിഞ്ഞ ദിവസം ഇൻഡോ ബംഗ്ലാദേശ് റിലേഷൻ പറഞ്ഞപ്പോൾ ഞാനൊരു കോപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? റാപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. റാപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ബംഗ്ലാദേശിലെ റാപ്പൂർ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് റഷ്യയുമായിട്ടാണ്. സോ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാങ്കുലർ കോർപ്പറേഷൻ എന്താണ് എന്നുള്ളത് ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ സ്പേസ് കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ ഇപ്പോൾ റാംകോസ് ആയിട്ടാണെങ്കിലും റോസ്കോസ്മോസ് ആയിട്ടാണെങ്കിലും, അല്ല റോസ്കോസ്മോസ് ആയിട്ടാണെങ്കിലും ISRO ആയിട്ടാണെങ്കിലും നമ്മൾ ഡിഫറെന്റ് സെക്ടറിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോർപ്പറേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ആദ്യമായിട്ട് നമ്മളുടെ ആര്യഭട്ട സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ആണ്. കാരണം UK എന്ന് പറയുന്നത്, ഇപ്പൊ നാസ എന്തുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിലായിരുന്നു. ദെൻ നമ്മളുടെ കുറച്ചും കൂടി സോ കോൾഡ് വാർ പീരീഡ് നടക്കുന്ന ഏറ്റവും ഹൈ എൻഡ് ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ 1970, 75 പീരീഡ് എന്നൊക്കെ പറയുന്നത്. സോ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള അലി ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. സോ സോവിയറ്റ് യൂണിയൻ ഹെൽപ്പ്. ദെൻ രാകേഷ് ശർമ്മ എങ്ങടേക്ക് പോകുന്നത്? സ്പേസിലേക്ക് പോകുന്നത് എന്തിലാണ്? റഷ്യയുടെ വണ്ടിയിലാണ്, റഷ്യയുടെ പേടകത്തിലാണ്. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ സ്പേസ് കൊളാബറേഷനിൽ നമ്മളുടെ ഒരു മേജർ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പൊളിറ്റിക്കൽ കോർപ്പറേഷൻ പറഞ്ഞു, ഡിഫൻസ് കോർപ്പറേഷൻ പറഞ്ഞു, എനർജി കോർപ്പറേഷൻ പറഞ്ഞു, സ്പേസ് കോർപ്പറേഷൻ. ഈ ടെക്നോളജിയിൽ തന്നെ നമുക്ക് പെടാവുന്ന ഒരു സബ് ഗ്രൂപ്പാണ് സ്പേസ് കൊളാബറേഷൻ. ദെൻ കൾച്ചറൽ ബോണ്ട്, നമ്മൾ ലിയോ ടോൾസ്റ്റോയ് ആയി കഴിഞ്ഞാലും പുഷ്കിൻ ആയി കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ സിനിമ, യോഗ, ഇതെല്ലാം റഷ്യയിലും ഇന്ത്യയിലും എക്സ്ചേഞ്ച് ചെയ്യുന്ന സോഫ്റ്റ് ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ സോഫ്റ്റ് ജിയോ പൊളിറ്റിക്കൽ പവേഴ്സ് ആണ്. ഓക്കെ, ലിറ്ററേച്ചർ, സിനിമ, യോഗ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ട്രേഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോണമിക് കോർപ്പറേഷൻ. ഓക്കെ, ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ വലിയ ട്രേഡുകൾ നടക്കുന്നില്ല. ഓക്കെ, മിനിമം എത്രയാണ് നമ്മളുടെ ട്രേഡുകളൊക്കെ നടക്കുന്നത്? നമുക്ക് 2030 ആവുമ്പോഴേക്കും ഒരു 4.8 ബില്യൺ അല്ലെങ്കിൽ 6.8 ബില്യൺ ആ ഒരു സംഖ്യയിലേക്കാണ് നമ്മളുടെ ട്രേഡുകൾ ഇതുവരെ നിലനിന്നിട്ടുള്ളത്. 2020 കാലഘട്ടങ്ങളിൽ വരെ നിലനിർന്നിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു 30 ബില്യണിലേക്ക് നമ്മളുടെ ട്രേഡ് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഓപ്പൺ എഡിറ്റോറിയലിൽ നമ്മളുടെ യു കെ അല്ല USA ട്രേഡ് ഡെഫിസിറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് സർപ്ലസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് USA ട്രേഡ് സർപ്ലസ് ഉണ്ട്. അത് എത്രയാണ്? മിനിമം 48 എന്ന് പറയുമ്പോൾ നിയർലി 50. $50 ബില്യൺ എന്തുണ്ട്? ട്രേഡ് സർപ്ലസ് ഇന്ത്യക്കും USA ഇടയിലുണ്ട്. പക്ഷേ എന്താണ്, നമ്മളുടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡ് വളരെ വീക്കാണ്. കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു കൃത്യമായിട്ടുള്ള വഴിയില്ല. അതായത് നമുക്ക് റഷ്യയിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെ പോകണം? നമുക്ക് അമേരിക്കയിലേക്ക് എത്തണ ദൂരം തന്നെ നമുക്ക് റഷ്യയിലേക്ക് എത്താനായിട്ടുണ്ട്. കരമാർഗം പോകാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, കരമാർഗം പോകാനായിട്ട് സാധിക്കത്തില്ല. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, നമുക്ക് റഷ്യയിലേക്ക് എത്തണമെങ്കിൽ അമേരിക്കയിലേക്ക് എത്താനായിട്ടുള്ളതിന്റെ ബുദ്ധിമുട്ട് തന്നെ നമുക്ക് റഷ്യയിലേക്ക് എത്താനായിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് എക്കോണമിയാണ്. എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ, കാരണം സോഷ്യലിസ്റ്റ് എക്കോണമി ആണല്ലോ, കമ്മ്യൂണിസം പ്രാക്ടീസ് ചെയ്യുന്ന എക്കോണമി ആണല്ലോ. സോ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണം, ദെൻ ഇമ്പോർട്ടുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു എക്കോണമിയാണ്. സോ വലിയ ട്രേഡ് നമുക്ക് റഷ്യയുമായിട്ട് പോസിബിൾ അല്ല ലാസ്റ്റ് കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട്. ദെൻ പുവർ കണക്ടിവിറ്റി ആണ് ഏറ്റവും മേജർ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത്. ദെൻ ഒരു ട്രേഡ് എഗ്രിമെന്റ് ഇല്ല നമ്മൾക്ക് അവരായിട്ടൊരു ഹ്യൂജ് ട്രേഡ് എഗ്രിമെന്റുകളില്ല. ദെൻ പല റെസ്ട്രിക്ഷനുകളും പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? പ്രധാനമായിട്ടും ഒരു കണക്ടിവിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. കരമാർഗം പോകാനായിട്ട് വഴിയില്ല. ദെൻ കടൽ മാർഗം പോകണമെങ്കിലോ, നിങ്ങൾ റഷ്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം, റഷ്യക്ക് ഒരുപാട് കടൽ തീരങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. റഷ്യ എവിടെയാണ്? നോർത്തേൺ പോളിനോട് അടുത്ത് കിടക്കുന്ന ഒരു കൺട്രി അല്ലേ. സോ മിക്കപ്പോഴും മഞ്ഞ് വീഴ്ചകൾ പെയ്യും അവിടെ. അവരുടെ നമ്മളുടെ പോർട്സ് എല്ലാം, അതല്ലെങ്കിൽ കടൽ ഭാഗം മുഴുവനും മഞ്ഞ് വീണിരിക്കുന്ന സ്ഥലങ്ങളാണ്. സോ ഒരു പോർട്ട് സിറ്റി എന്ന് പറയാനായിട്ട് റഷ്യക്ക് കുറവാണ്. ഓക്കെ, സോ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. നമ്മളുടെ ഒരു ഇന്റർനാഷണൽ നോർത്ത് ടു സൗത്ത് ട്രാൻസ്പോർട്ട് കൊറിഡോർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ മേജർ പ്രശ്നം എന്താണ്? പുവർ കണക്ടിവിറ്റി ആണ്. നമ്മൾ അവിടേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു കാര്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, കണക്ടിവിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കൊറിഡോർ. ഇന്ത്യയിൽ തുടങ്ങി നമ്മൾ എങ്ങടേക്ക് പോകും? നമ്മൾ ഇറാനിലേക്ക് പോകും. പാകിസ്ഥാനെ അങ്ങോട്ട് ഒഴിച്ചു നിർത്തിയിട്ട് നമ്മൾ കടൽ മാർഗം ഇറാനിലേക്ക് പോകും. ഇറാനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ പോർട്ട് ത്രൂ നമ്മൾ അസർബൈജാനിലേക്ക് കയറും. അസർബൈജാനിൽ നിന്ന് റഷ്യയിലേക്ക് വരുന്ന ഒരു ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കൊറിഡോർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നമ്മളുടെ ഡിസ്റ്റൻസിനെ എന്തായിട്ട് കുറയ്ക്കും? ഈവൻ ഒരു 1/3 ആയിട്ട് നമ്മൾ കുറയ്ക്കും. ഓക്കെ, നമ്മൾ എങ്ങനെ ചുറ്റണമായിരുന്നു? സൂയസ് കനാൽ ചുറ്റിയിട്ട് വേണമായിരുന്നു നമ്മൾ എങ്ങടേക്ക് പോകാനായിട്ട്? റഷ്യ ഇന്ത്യയുടെ മുകളിൽ കിടക്കുന്ന കൺട്രിയാണല്ലോ. ഞാൻ മാപ്പ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, സോ മാപ്പ് ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾ. ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് പോകാനായിട്ട് സൂയസ് കനാലിൽ ചുറ്റിയിട്ട് വേണം അമേരിക്കയിലേക്ക് പോകേണ്ട അതേ പാത്ത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു 1/3 പാത്ത് മാത്രം മതി, അല്ലെങ്കിൽ ലെങ്ത് മാത്രം മതി ഈ നമ്മളുടെ ഇറാനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അസർബൈജാനിലേക്ക് കയറി റഷ്യയിലേക്ക് എത്താൻ. റഷ്യയിലേക്ക് മാത്രമല്ല, യൂറോപ്പിനിൽ മൊത്തമായിട്ട് നമുക്ക് എത്താനായിട്ട് ഈ ഒരു വഴി പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് കണക്ടിവിറ്റി പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയും. വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ജപ്പാൻ തീരത്തോട് അടുത്ത് കിടക്കുന്ന ഒരു പോർട്ടാണ് ഈ വ്ളാഡിവോസ്റ്റോക്ക് പോർട്ട്. അതായത് ഞാൻ പറഞ്ഞു റഷ്യക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. റഷ്യക്ക് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പോർട്ടുകളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. സോ ഏറ്റവും താഴത്തേക്ക്, അതായത് സദേൺ സൈഡിലുള്ള പോർട്ടുകളാണ് കുറച്ചും കൂടി കണക്ടിവിറ്റിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചെന്നൈയിൽ നിന്ന് നമ്മൾ മുംബൈ പോർട്ടിൽ നിന്ന് നമ്മൾ കണക്ടിവിറ്റി ഇറാനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കരമാർഗം പോകുന്ന ഒരു വഴിയുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ചെന്നൈ പോർട്ടിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി, വിച്ച് മീൻസ് ഇൻഡോ പസഫിക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങടേക്ക് പോവുകയാണ്? നമ്മൾ റഷ്യയിലേക്ക് പോവുകയാണ്. സോ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കണക്ടിവിറ്റി, അല്ലെങ്കിൽ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സീ റൂട്ട്. വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയറസ്റ്റ് ടു
സദേൺ പാർട്ട് ഓഫ് റഷ്യയിലുള്ള ഒരു പോർട്ടാണ്. ആ പോർട്ടിന്റെ ലൊക്കേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്? അത് ഒരു മഞ്ഞ് വീഴാത്ത ഒരു പോർട്ടായിട്ട് റഷ്യ ഉൽപ്പാദിക്കുന്ന റഷ്യയുടെ ഒരു മേജർ പോർട്ടാണ് ഈ വ്ളാഡിവോസ്റ്റോക്ക് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാര്യം എന്താണ്? നെക്സ്റ്റ് കാര്യം ഈസ് റിലേറ്റഡ് ടു ഡയമണ്ട് ട്രേഡ് ലീവ് ചെയ്തേക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയുടെ എക്സ്പോർട്ടുകളിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ജ്വല്ലറീസ് ആൻഡ് ഡയമണ്ടുകൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പരസ്പരം കൈമാറുന്നുണ്ട്. അത്രയേ ഉള്ളൂ അതിൽ. ദെൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്: ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആൻഡ് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സീ റൂട്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എക്കോണമിക് കോർപ്പറേഷൻ പറഞ്ഞു, പൊളിറ്റിക്കൽ കോർപ്പറേഷൻ പറഞ്ഞു, ഡിഫൻസ് കോർപ്പറേഷൻ, സ്ട്രാറ്റജി കോർപ്പറേഷൻ പറഞ്ഞു. 4 കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ദെൻ എന്താണ് പ്രശ്നങ്ങൾ? നമ്മളിപ്പോൾ ഒരു ഹിസ്റ്ററി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രോഗം നിർണ്ണയിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഡിഫൻസ് എക്യുപ്മെന്റുകൾ കൊടുക്കുന്നത് പോലെ പാകിസ്ഥാനും റഷ്യ ഡിഫൻസ് എക്യുപ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. വ്യാപാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാത്രം കൊടുത്തോളാം എന്നുള്ളതൊന്നുമില്ലല്ലോ. സോ പാകിസ്ഥാനും റഷ്യ എന്ത് കൊടുക്കുന്നുണ്ട്? ഡിഫൻസ് എക്യുപ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ദെൻ ചൈനയുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? കൂടി വരുന്ന ഒരു അവസരത്തിൽ, അതായത് 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണ്. ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്, റഷ്യയും ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. പക്ഷേ ആ ഒരു അവസരത്തിൽ റഷ്യ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ നിഷ്പക്ഷമായിട്ട് നിന്നു. ചൈനയെയും സഹായിച്ചില്ല, ഇന്ത്യയെയും സഹായിച്ചില്ല. അതിനുശേഷമാണ് നമ്മൾ MiG-21 വാങ്ങുന്നത്. ഓക്കെ, സോ ഒരു രണ്ട് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് പരസ്പരം കൈചേർക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ റഷ്യ ചൈന റിലേഷൻസ് കുറച്ചും കൂടി ശക്തി പ്രാപിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം എന്താണ്? രണ്ടും കമ്മ്യൂണിസ്റ്റ് ഫിലോസഫീസ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആണ്. ദെൻ എന്താണ്? റഷ്യയുടെ ഡിഫൻസ് ട്രേഡുകൾ, അതായത് ഇന്ത്യയിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്നതല്ല, പല കൺട്രീസിലും കൊടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പാകിസ്ഥാനിലേക്കും കൊടുക്കുന്നുണ്ട്. ദെൻ വേറെ എന്താണ്? ഇന്ത്യ പണ്ട് നമ്മളുടെ ഒരു 80% വരെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഡിഫൻസ് എക്യുപ്മെന്റുകൾ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഡിഫൻസ് എക്യുപ്മെന്റുകൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ റഫേൽ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചേ? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ റഫേൽ വാങ്ങിച്ചത്. ദെൻ ഡിഫറെന്റ് കൺട്രീസ്, ജർമ്മനി ആയിട്ടാണെങ്കിലും UK ആയിട്ടാണെങ്കിലും അങ്ങനെയുള്ള ഡിഫറെന്റ് കൺട്രീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൻസ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ഒരു കൺട്രീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ഇരിക്കുന്നില്ല എന്നുള്ളൊരു സിദ്ധാന്തം നമ്മൾ രൂപീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിഫറെന്റ് കൺട്രീസ് ആയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ട്. അത് റഷ്യ റിലേഷൻസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. C-17 ഗ്ലോബ് മാസ്റ്റർ എന്ത് പരിപാടി ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ കൊണ്ടുപോകുന്ന, അതായത് ആളുകളെ റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള കൊണ്ടുപോകുന്ന ഒരു വിമാനമാണ് C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ USA കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. സോ ഇതെല്ലാം എന്താണ്? റഷ്യക്ക് ഒരു ത്രെട്ടായിട്ട് മാറാനായിട്ട് കാരണങ്ങളുണ്ട്. ദെൻ US സാങ്ഷൻസ്, ഇപ്പോൾ നടക്കുന്ന സാങ്ഷൻസ്. സോ നമ്മൾ റഷ്യയിൽ നിന്ന് കുറവ് പെട്രോളിയം പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ-റഷ്യ റിലേഷൻസ് തകരില്ലേ? സോ ഇതെല്ലാം ചലഞ്ചസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, മേജർ പ്രോബ്ലം ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ദെൻ USA ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ഏർപ്പെടുത്തുന്ന സാങ്ഷൻസുകളാണ്, USA അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്ന സാങ്ഷൻസുകളാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ റഷ്യയുമായിട്ടുള്ള ടൈ നമ്മൾ കൂട്ടണം. എന്താണ് കാരണം? ഒരു അൺറെസ്പോൺസീവ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ എഡിറ്റോറിയലിലെ വാക്യം യൂസ് ചെയ്യുകയാണ്. അൺറെസ്പോൺസീവ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ, പിന്നെ ആരാണ്? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത USA, അഗ്രസീവ് ആയിട്ടുള്ള റഷ്യ. സോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹിസ്റ്റോറിക്കൽ അലി ആരാണ്? റഷ്യയാണ്. സോ ഇന്ത്യ-റഷ്യ റിലേഷൻസ് നമ്മൾ ഇതുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഡിഫറെന്റ് ടെക്നോളജീസ്, എനർജി സെക്യൂരിറ്റിയിലുള്ള പാർട്ണർഷിപ്പ്, സ്പേസ് ടെക്നോളജിയിലുള്ള പാർട്ണർഷിപ്പ്, ഇൻഫോർമേഷൻ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, ദെൻ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. സോ എന്നാൽ മാത്രമേ നമ്മളുടെ ഈ റിലേഷൻസ് കുറച്ചും കൂടി കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു US താരിഫ് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. വിത്ത് താരിഫ്സ് ഇന്ത്യസ് ഗ്രോത്ത് റേറ്റ് നീഡ്സ് എ കെയർഫുൾ വാച്ച്. അതായത് ഇന്ത്യ ഒരു 6.5% വളരാനായിട്ട് GDP വളരാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഗ്രോത്ത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ് IMF ആയി കഴിഞ്ഞാലും ഇന്ത്യ പെർട്ടിക്കുലർലി ആണെങ്കിലും 6.5% ഗ്രോത്ത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ്. സോ ഈ ഒരു താരിഫ് ഇമ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ട് താരിഫ് ഇമ്പോസിഷന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ഗ്രോത്ത് താഴേക്ക് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ രംഗരാജൻ സാറാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ ഗവർണർ, RBI ഗവർണർ ആയിരുന്നിട്ടുള്ള, ഇപ്പോൾ മദ്രാസ് സ്കൂൾ ഓഫ് എക്കോണമിക്സിന്റെ ചെയർമാൻ ആയിട്ട് ഇരിക്കുന്ന ആളാണ് നമ്മളുടെ രംഗരാജൻ സാർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയൊക്കെയുണ്ട്, ദ ഫോക്സ് ഇൻ മൈ റോഡ്സ്. ഫോക്സ് മീൻസ് ഫോർക്ക്. ഫോക്സ് നമ്മളുടെ ചെന്നായ എന്ന് പറയുന്നതല്ല, ഫോക്സ് ഇൻ മൈ റോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആത്മകഥയൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ആത്മകഥയൊക്കെയാണ്. എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ടെൻഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻ 1991 പീരീഡുകളിലൊക്കെ അദ്ദേഹം RBIയുടെ മേജർ പൊസിഷനുകളിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. സോ ആ സമയത്തൊക്കെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അധികാരപരിധി യൂട്ടിലൈസ് ചെയ്തത്, ദെൻ എങ്ങനെയാണ് ഇന്ത്യ അങ്ങനെ ഉള്ള പ്രശ്നപ്പെട്ട സിറ്റുവേഷനുകളൊക്കെ പ്രശ്നപ്പെട്ട സിറ്റുവേഷനിൽ നിന്നൊക്കെ മുന്നോട്ട് വന്നത് എന്നൊക്കെ ദീർഘമായിട്ട് വിശദീകരിക്കുന്ന ഒരു ഓട്ടോബയോഗ്രഫിയാണ് അദ്ദേഹത്തിന്റെ. സോ നമുക്ക് നമ്മളുടെ പെർട്ടിക്കുലർ ഡിസ്കഷനിലേക്ക് വരാം. അതായത് ഇദ്ദേഹം പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് US ടാരിഫ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 50% തിരുവ ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇന്ത്യയുടെ എക്സ്പോർട്സ് കുറയും, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് കുറയും. സോ നമ്മളുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്, അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ടിൽ സർപ്ലസിനേക്കാളും കൂടുതൽ ഡെഫിസിറ്റ് വന്നു ചേരും. സോ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വൈഡൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇലാസ്റ്റിക്സ് ടു ദ താരിഫുമായിട്ട് ഹൈലി ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു കാര്യമാണ്. എന്താണ് ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ടു സംതിങ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യുമ്പോൾ, ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, എക്കോണമിയിൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുമായിട്ടുള്ള ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്, അതിനുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഡിമാൻഡ് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഡിമാൻഡുമായിട്ട് എങ്ങനെയായിരിക്കും റെസ്പോൺസീവ് ചെയ്യുന്നത്? ആളുകളിൽ കൂടുതൽ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ പ്രൊഡക്റ്റുകൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ആ ഒരു ഡിഗ്രി ഓഫ് റെസ്പോൺസീവിനെ കാണിക്കുന്ന ഒരു ടേമാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഇലാസ്റ്റിക് ആണ്. അതായത് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസസും ഇല്ല. ഹൈലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചെറിയ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് മാറ്റങ്ങൾ വരും. സോ ടാരിഫ് എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക് ആണ്, വിച്ച് മീൻസ് ടാരിഫ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പോർട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വരും, കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യും. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോത്ത് പ്രൊജക്ഷനിൽ വരുന്ന പ്രശ്നമാണ്. അതായത് ഗ്രോത്ത് പ്രൊജക്ഷൻ വരുമ്പോൾ നമ്മളൊരു 6.5% GDP-യിൽ ഇൻക്രീസ് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൺട്രിയാണ്. പക്ഷേ ഇങ്ങനെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് പ്രൊജക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, സോ ഈ ഗ്രോത്ത് പ്രൊജക്ഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ഇദ്ദേഹം ഇതിന് കുറച്ച് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? നമ്മളുടെ UK ആയിട്ടുള്ള കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇതുവരെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തോരം എക്സ്പോർട്ട് കൂടും എന്നുള്ളത് നമ്മൾ ഇതുവരെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ദെൻ രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് സൈഡുകളാണ്, വിച്ച് മീൻസ് നമുക്ക് കറന്റ് സിറ്റുവേഷനിൽ നിന്ന് ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പറയുന്നത്. സെക്കൻഡ് അല്ല, തേർഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പറയുന്നത് എന്താണ്? ഒന്ന്, നമ്മളുടെ USA അങ്ങോട്ട് മാറ്റി നിർത്തൂ, പക്ഷേ നമുക്ക് എന്തുണ്ട്? UK-യുമായിട്ട് ഇപ്പോൾ കറന്റ് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നടന്നിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ട്രേഡുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ വേറെ എന്താണ്? സെക്കൻഡ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് മാത്രമല്ല ഈ ട്രേഡ്
ടാരിഫുകൾ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് മാത്രമല്ല ഈ തിരിവുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, റഷ്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ബ്രസീലിനുണ്ട്. പല രാജ്യങ്ങൾക്കും ഈ തിരിവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിമം എല്ലാവർക്കും എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 20% തിരിവുകൾ എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ തിരിവയാണ്, പെനാലിറ്റി ഉൾപ്പെടെ മിനിമം ഒരു 15-20% തിരിവുകൾ എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒരു എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയേ വരുന്നുള്ളൂ? ഒരു 20% ഹൈക്ക് മാത്രമേ ആക്ച്വലി വരുന്നുള്ളൂ. ഓക്കെ, തിരിവ് ഇല്ലാത്ത രാജ്യങ്ങളും ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ തിരിവ് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട എക്കോണമികൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ എക്കോണമികൾക്കും തിരിവ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ത്യ UK റിലേഷന്റെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ റിസൾട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ദെൻ എല്ലാവർക്കും തിരിവ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു എഫക്റ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദെൻ ഇന്ത്യയുടെ അതർ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഇൻക്ലൂഡിംഗ് ഗ്ലോബൽ സൗത്ത്, ഫോർ എക്സാമ്പിൾ ആഫ്രിക്കൻ റീജിയനുകളിലേക്ക് നമ്മൾ കൂടുതൽ കയറ്റുമതി ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലേക്ക് നമ്മൾ കൂടുതൽ കയറ്റുമതി ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഒരു പൊട്ടൻഷ്യലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഒരു US സെൻട്രിക് ആയിട്ടുള്ള ഒരു ഗ്രോത്തിൽ നിന്ന് മാറിയിട്ട് ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയനിലേക്കും UK-യിലേക്കും ഗ്ലോബൽ സൗത്തിലേക്കും നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ എക്സ്പോർട്ടുകളെ മാറ്റണം, അല്ലെങ്കിൽ എക്സ്പോർട്ടുകളെ ഡൈവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. US എത്ര താരിഫ് അല്ലെങ്കിൽ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണം എന്ന് നമ്മളോട് ആജ്ഞാപിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ട്രേഡുകൾ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു ആർട്ടിക്കിളിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് നമ്മുടെ ട്രേഡുകളെ മൊത്തം, കാരണം എന്താണ്, 48 ബില്യന്റെ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് ഇന്ത്യക്ക് ആരുമായിട്ടുണ്ട്? ഇന്ത്യക്ക് US-ഉമായിട്ടുണ്ട്. സോ അതൊരു 25% കുറയ്ക്കുക. ആ 25% നമ്മൾ എങ്ങടേക്ക് ഡൈവേർട്ട് ചെയ്യണം? യൂറോപ്യൻ യൂണിയൻ, UK, ഗ്ലോബൽ സൗത്ത്, ഈ ഏരിയകളിലൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? സോ കറന്റ് സിറ്റുവേഷനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഈ ഒരു അവസരത്തിൽ നമ്മൾ റിവൈസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഒന്ന്, നമ്മളുടെ ബാലൻസ് ഓഫ് പേയ്മെന്റുകളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഒരു ഡിസ്കഷനിൽ ബാലൻസ് ഓഫ് പേയ്മെന്റുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റുകളിൽ 2 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് 1/2 മണിക്കൂർ 40 മിനിറ്റോളം എടുത്തിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന 2 അക്കൗണ്ടുകളുണ്ട്. കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ പെടും? പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ട്രേഡ് വരും. ട്രേഡ് മാത്രമാണോ? ട്രേഡ് മാത്രമല്ല, ട്രേഡിന്റെ ഇൻവിസിബിൾ, പഴയ കാലത്ത് സർവീസുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1991 ശേഷമാണ് സർവീസ് എക്സ്പോർട്ടുകൾ ലോകത്ത് സർജ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ അതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നു? നമ്മളുടെ ഇൻവിസിബിൾ ട്രേഡ്, വിച്ച് മീൻസ് ട്രേഡ് ഇൻ സർവീസസ്. അപ്പോൾ ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ്, ദെൻ വേറൊരു കാര്യം കൂടി വരും, റെമിറ്റൻസ് ഓർ ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. ഓക്കെ, 3 കാര്യങ്ങളാണ് കറന്റ് അക്കൗണ്ടുകളിൽ വരുന്നത്. എന്തൊക്കെയാണ്? നമ്മളുടെ ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ് ആൻഡ് ട്രേഡ് ഇൻ ട്രാൻസ്ഫർ പേയ്മെന്റ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണ് ഈ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന കഴിഞ്ഞാൽ, ക്യാപിറ്റൽ അക്കൗണ്ട് മീൻസ് എന്തെങ്കിലും ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ അതിലെന്തൊക്കെ വരും? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ദെൻ നെക്സ്റ്റ് NRI ഡെപ്പോസിറ്റുകൾ. ഓക്കെ, ഇപ്പൊ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NRI ഡെപ്പോസിറ്റ്, പുറത്തു നിന്ന് ഒരാൾ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക്, നമ്മളുടെ ബാങ്കിലേക്ക് ഒരു 1 ലക്ഷം രൂപ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് NRI ഡെപ്പോസിറ്റ് ആണ്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരയച്ച പണം. നമുക്ക് ഒരു ഷർട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ പുറത്തുനിന്നുള്ള ഒരാൾ നമ്മളുടെ കയ്യിലേക്ക് പൈസ തന്നു കഴിഞ്ഞാൽ, ഒരു 1000 രൂപ 2000 രൂപ തന്നു കഴിഞ്ഞാൽ അതെന്ത് വരും? ട്രാൻസ്ഫർ പേയ്മെന്റുകൾ. ദെൻ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് വരും? നമ്മളുടെ ട്രാൻസ്ഫർ പേയ്മെന്റുകളുടെ ഗണത്തിലാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു NRI ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ NRI ബാങ്കുകളിലേക്ക് പണം അയക്കുന്നുണ്ടെങ്കിൽ അതെന്തിൽ വരും? NRI ഡെപ്പോസിറ്റ്. സോ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരിക, മാറിപ്പോകരുത്. ഈ കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതിനെയാണല്ലോ ബാലൻസ് ഓഫ് പേയ്മെന്റുകൾ എപ്പോഴും ബാലൻസ് ആയിരിക്കണം.
ഓക്കെ, കറണ്ട് അക്കൗണ്ടുകളിൽ ഡെഫിസിറ്റ് വരാം, ക്യാപിറ്റൽ അക്കൗണ്ടുകളിൽ ഡെഫിസിറ്റോ സർപ്ലസോ വരാം. ഇത് രണ്ടും ടാലി ആയി പോയിക്കൊണ്ടിരിക്കണം. രണ്ടും കൂടി കൂട്ടി പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കണം വരണ്ടേ. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും കൂട്ടി പോകുമ്പോൾ ഈക്വലി ബാലൻസ് ചെയ്ത് പോകണം. അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്? കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ചെയ്ത് പോകണം, ടാലി ആയിട്ട് പോകണം. കറന്റ് അക്കൗണ്ടിൽ എന്ത് വരാം? ഡെഫിസിറ്റുകൾ വരാം. ഇവിടെ ഈ കേസ് ഒന്ന് എടുത്തേ. US ടാരിഫ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രംഗരാജൻ സാർ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടും. ഓക്കെ, ഇന്ത്യയിലെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റുകൾ കൂടും. ഇന്ത്യയിൽ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാനേജ് ചെയ്ത് പോകണം. അതായത് കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വരുത്തണം, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളായിട്ട് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നമ്മളുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. എന്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അവസാനം എടുത്ത് നോക്കുമ്പോൾ കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ടാലി ആയിട്ട് പോകണം, അല്ലെങ്കിൽ ബാലൻസ് ആയിട്ടായിരിക്കണം പോകുന്നത്. ഒരു മൈനസോ പ്ലസോ വരാൻ പാടില്ല. മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും കൂട്ടി കഴിയുമ്പോൾ മൈനസ് വന്നു. സോ ദർ ഇസ് എ ഫിനാൻഷ്യൽ ക്രൈസിസ് ഫോർ ദാറ്റ് കൺട്രി. ഇന്ത്യക്ക് 1991 സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞ 2020 സംഭവിച്ചതുപോലെ എന്ത് സംഭവിക്കും? ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് രാജ്യം പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കൂട്ടി കഴിയുമ്പോൾ നമ്മൾ ബാലൻസ് ആയില്ല എങ്കിൽ നമ്മൾ റിസർവ് ആയി ചെയ്തിട്ട് കുറച്ച് ഫണ്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. RBI റിസർവ് ആയിട്ട് കുറച്ച് ഫണ്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് നമ്മൾ എടുത്ത് ഉപയോഗിക്കും. അതും തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും ലോൺ തരാതെ ആകാതെ നമ്മളൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകും. ഓക്കെ, സോ കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എപ്പോഴും ബാലൻസ് ആകണം. അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റുകൾ എപ്പോഴും ബാലൻസ് ആയിരിക്കണം. പേരിൽ നിന്ന് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ്, ദെൻ NRI ഡെപ്പോസിറ്റുകൾ. ഓക്കെ, ഇത് നമ്മളന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് ഇവിടെ മേജർ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ദെൻ വേറെ എന്താണ് നമ്മളുടെ ഇഷ്യൂ ആയിട്ട് ഈ ഒരു ഡിസ്കഷനിൽ പറഞ്ഞത്? നമ്മളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ 6.5% ഗ്രോത്തിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന ഒരു കൺട്രി എന്തിലേക്കാണ് പോകുന്നത്? ഒരു 0.5 to 5% ഡിക്രീസ് ഒക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദെൻ ഇതിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. ഈ ട്രേഡിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. എന്തെങ്കിലും ഈ ഒരു ഡിസ്കഷനെ കുറിച്ച് പറയേണ്ടതുണ്ടോ? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്ന LASCO സബ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ആയിട്ടുള്ള S. ജയശങ്കർ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു മിനിസ്റ്റീരിയൽ ഡയലോഗിൽ പങ്കെടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ SCOനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാറ്റവുമില്ല, ആ സ്ലൈഡ്സ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് റിവിഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഷാങ്ഹായ് ആസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ്. എന്ത്? ഇന്റർ ഗവൺമെന്റൽ കോർപ്പറേഷൻ ആണ് ഈ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഓക്കെ, 1996 ഷാൻഘായ് 5 എന്ന് പറഞ്ഞ 5 രാജ്യങ്ങളുടെ ഒരു സംഘടനയായിരുന്നു. ഏതൊക്കെയായിരുന്നു? കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ ആൻഡ് തജിക്കിസ്ഥാൻ. ഇത് നമുക്ക് അറിയാവുന്ന ആരൊക്കെയുണ്ട്? ചൈനയുണ്ട്, റഷ്യയുണ്ട്. ചൈന ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചു, റഷ്യ ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചു, ചൈന കുറച്ച് ദിവസം മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ തജിക്കിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അടുത്ത് കിടക്കുന്ന, അതായത് അഫ്ഗാനിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കൺട്രിയാണ് ഈ തജിക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കസാഖിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കുറെ നാളായിട്ട് ആളുകൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കൺട്രിയാണ് ഈ കസാഖിസ്ഥാൻ. ദെൻ അതിനോട് ചേർന്ന് കിടക്കുന്ന കിർഗിസ്ഥാൻ. ഇങ്ങനെ 5 രാജ്യങ്ങളാണ് 1996 എന്ത് ചെയ്യുന്നത്? ഷാൻഘായ് 5 എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ദെൻ ഉസ്ബെക്കിസ്ഥാൻ 2001 ഉസ്ബെക്കിസ്ഥാൻ കൂടി ഒഫീഷ്യലി ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്ത് വരുന്നത്? ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, സോ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? 2001 ഈ ഒരു സംഘടന രൂപീകരിച്ചത്. ദെൻ ഇന്ത്യ എപ്പോഴാണ് ഈ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുന്നത്? ഇന്ത്യ എപ്പോഴാണ് ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നത്? 2015 ഇന്ത്യയും പാകിസ്ഥാനെയും ഷാൻഘായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷന്റെ ഭാഗമാക്കിയിട്ട് 2015
പെർട്ടിക്കുലർലി ജോയിൻ ചെയ്യുന്നത് 2016 15 സബ്മിറ്റിലാണ് ഇവർ രണ്ടുപേരെയും ജോയിൻ ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുന്നത്. സോ 2016 ഇന്ത്യയും പാകിസ്ഥാനും ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് മാറുന്നത്. ദെൻ 2021 എന്ത് സംഭവിച്ചു? 2021 ഇറാൻ ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്തു. സോ കറന്റ് എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇറ്റ്സ് എ 9 മെമ്പർ ഓർഗനൈസേഷൻ. ആരൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നമുക്കറിയാവുന്നവരെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ദെൻ റഷ്യയുണ്ട്, ചൈനയുണ്ട്, 4 മെമ്പേഴ്സ് ആയല്ലോ. ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ചൈന. ദെൻ ഇനി ഇറാനും കൂടി ജോയിൻ ചെയ്തു എന്ന് നമുക്കറിയാവുന്ന കൺട്രീസ് ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ചൈന. ദെൻ വേറെ ആരാ ഉള്ളത്? ഇറാൻ, പുതുതായിട്ട് ജോയിൻ ചെയ്ത ഇറാൻ. ദെൻ വേറെ ആരുണ്ട്? നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ മുകളിൽ കിടക്കുന്ന തജിക്കിസ്ഥാൻ ഉണ്ട്. സോ 6ാമത്തെ കൺട്രി തജിക്കിസ്ഥാൻ. ദെൻ വേറെ ആരാണുള്ളത്? നമ്മളുടെ എപ്പോഴും ട്രിപ്പ് പോകുന്ന, ഇന്ത്യയിൽ നിന്ന് ആളുകൾ ട്രിപ്പ് പോകുന്ന ഖസാക്കിസ്ഥാൻ ഉണ്ട്. ഓക്കെ. ദെൻ വേറെ ആരുണ്ട്? ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്. ഉസ്ബെക്കിസ്ഥാൻ. ദെൻ ഒരാൾ കൂടി ഉണ്ടല്ലോ, കിർഗിസ്ഥാൻ. ഇങ്ങനെ 9 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. സോ നമുക്കറിയാവുന്ന ആളിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സ്ഥലം, ദെൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് നമ്മൾ പോയി കിർഗിസ്ഥാനിൽ അവസാനിപ്പിച്ചു. ഓക്കെ. 9 പേരടങ്ങുന്ന ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ മിഡിൽ ഏഷ്യയിലേക്കുള്ള ഒരു എൻട്രി ആണ് ഈ ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നമുക്ക് തരുന്നത്. അതായത് കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ അങ്ങനെയുള്ള കൺട്രീസുമായിട്ട് കൂടുതൽ റിലേഷൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ വഴി സാധ്യമാകും. ഓക്കെ. സോ റീജിയണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഓർഡേഴ്സ്, ഒരു മൾട്ടി അലൈൻമെന്റ് വേൾഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ വേറെ എന്താണ്? കോർപ്പറേറ്റീവ് ഡൊമൈൻസ്, എക്കോണമിക് കോർപ്പറേഷൻ, കൾച്ചറൽ കോർപ്പറേഷൻ, എനർജി കോർപ്പറേഷൻ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നമ്മൾ എപ്പോഴും പറയാറുള്ള 4 കാര്യങ്ങളിൽ തന്നെയാണ് ഈ ഒരു കോർപ്പറേഷനും നിന്നിരിക്കുന്നത്. ഫുൾ മെമ്പർ 8 മെമ്പേഴ്സ് അല്ല, 9 മെമ്പേഴ്സ് ആണ് കറന്റ് ഉള്ളത്. 8 മെമ്പേഴ്സ് ആയിരുന്നു 2020 വരെ. ദെൻ അതിനുശേഷം ആരും കൂടി ജോയിൻ ചെയ്തു? ഇറാൻ ഈസ് ബിക്കമിംഗ് എ ഫുൾ മെമ്പർ അനൗൺസ്ഡ് ഇൻ 2021. ഓക്കെ. സോ 9 മെമ്പർ ആവാനായിട്ടുള്ള ഇറാന്റെ പരിശ്രമം കൂടിയുണ്ട്. സോ ഇറ്റ്സ് എ 9 മെമ്പർ ഓർഗനൈസേഷൻ. ഇറാൻ കൂടി വരുമ്പോൾ 9 മെമ്പർ ഓർഗനൈസേഷൻ ആണ്. എത്ര മെമ്പർ ഉണ്ട്? 9 മെമ്പർ ഉണ്ട്. ഉറപ്പിച്ച് പറഞ്ഞു, 8 മെമ്പർ അല്ല, 9 മെമ്പേഴ്സ്. ഓക്കെ. ദെൻ നോർമലി നമ്മളുടെ അതിന്റെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. ഓക്കെ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്തത് ഷാൻഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മുന്നേ സംസാരിച്ചിട്ടുള്ള വിഷയമായതുകൊണ്ടാണ്. ഓക്കെ. നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ദ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഇൻ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിലെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എങ്ങനെയാണ്? ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകം ടാക്സ് ബിൽ വിഡ്രോൺ, അപ്ഡേറ്റഡ് വേർഷൻസ് ലൈക്ലി ഇൻ ലോക്സഭ ഓൺ August 11. വിഡ്രോൺ ചെയ്തിരിക്കുന്നു, ബില്ല് വിഡ്രോൺ ചെയ്തിരിക്കുന്നു. പുതിയ വേർഷൻസ് ലോക്സഭയിൽ August 11 പ്രഖ്യാപിക്കും. ഞാനിവിടെ ഇൻകം ടാക്സ് ബില്ല്, ന്യൂ ഇൻകം ടാക്സ് ബില്ലിനെ കുറിച്ചിട്ടല്ല ഡീറ്റെയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ആക്ട് ആയിട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും അതിൽ ചേഞ്ച് വരാൻ പോകുന്നത് ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളെ അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകളിലേക്ക് എൻക്വയറി ചെയ്യുന്ന ആളുകൾക്ക് കടന്നു കയറാനായിട്ടുള്ള, അല്ലെങ്കിൽ അത് പരിശോധിക്കാനായിട്ടുള്ള അധികാരം കൊടുക്കുന്ന ഒരു ബില്ലാണ് ഈ ഇൻകം ടാക്സ് ബില്ല്. പക്ഷേ ഞാൻ ഇവിടെ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഇന്ത്യൻ പൊളിറ്റിയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ പൊളിറ്റിയുടെ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ല് എങ്ങനെ ആക്ട് ആയിട്ട് മാറും. ഓക്കെ. സോ ദ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഓഫ് എ ബിൽ ബിക്കം ആൻ ആക്ട്. ഓക്കെ. സോ ഇവിടെ ഞാൻ പറയുന്നത് ആദ്യം നമുക്ക് എന്താണ് ബില്ല് എന്ന് നോക്കണം. ഓക്കെ. ബില്ല് എന്ന് പറഞ്ഞാൽ ഫോർമൽ പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ. ഒരു ലെജിസ്ലേഷൻ, ഒരു ആക്ട് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ പ്രപ്പോസലിനെയാണ്, അതായത് നമ്മളുടെ ലോകസഭയിലും രാജ്യസഭയിലും ഒരു ഫോർമൽ പ്രപ്പോസൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ബില്ല് എന്ന് പറയുന്നത്. സോ ഇൻകം ടാക്സ് ആക്ട് ആക്കണം. അപ്പൊ അതിന്റെ ഒരു ഫോർമൽ പ്രപ്പോസൽ എന്താണ്? ഇൻകം ടാക്സ് ബിൽ. ഓക്കെ. സോ 3 മേജർ പ്രൊസീജിയറിലൂടെയാണ് ഒരു ബില്ല് സഭയിൽ കടന്നു പോകുന്നത്. 3 മേജർ പ്രൊസീജിയർ. അതായത് ഇറ്റ്സ് കോൾഡ് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ്. ഇങ്ങനെയാണ് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ്. ഇങ്ങനെ 3 പ്രൊസീജിയേഴ്സിലൂടെയാണ് ഒരു ബില്ല് സഭയിൽ കടന്നു പോവുകയും ബില്ല് ഒരു ആക്ട് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഓക്കെ. സോ ആർക്കാണ് സഭയിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം?
അതായത് ബിൽ എന്ന് പറയുന്നത് ഒരു ഫോർമൽ പ്രപ്പോസൽ ടു ബിക്കം എ ലോ, ഒരു ലോ ഉണ്ടാക്കുന്നതിനുള്ള, നിയമം നിർമ്മിക്കുന്നതിനുള്ള ഫോർമൽ പ്രപ്പോസൽ ആണ് ഒരു ബിൽ എന്ന് പറയുന്നത്. ബില്ല് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? മിനിസ്റ്റേഴ്സ് മാത്രമാണോ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ബില്ല് വരുമ്പോൾ നിർമ്മലാ സീതാരാമൻ മാത്രമാണോ ഇൻകം ടാക്സ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം? ഇല്ല. സഭയിൽ ഇരിക്കുന്ന എല്ലാവർക്കും, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും നിയമം നിർമ്മിക്കാനായിട്ടുള്ള ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോ ഒരു ഡിഫറൻസ് വരില്ലേ? ഒപ്പോസിഷൻ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലോ, സോ ബില്ലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബില്ലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പബ്ലിക് ബിൽ, രണ്ട് പ്രൈവറ്റ് ബില്ല്. മിനിസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിനെയാണ് പബ്ലിക് ബിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ബിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മിനിസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിനെയാണ് നമ്മൾ പബ്ലിക് ബിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ബിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മിനിസ്റ്റേഴ്സ് അല്ലാത്ത ഏതൊരാളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ പ്രൈവറ്റ് ബിൽ, വിച്ച് മീൻസ് മിനിസ്റ്റേഴ്സ് അല്ലാത്ത ഏതൊരാളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിനെയാണ് നമ്മൾ പ്രൈവറ്റ് ബിൽ. അതായത് BJP എന്ന് പറയുന്ന ഗവൺമെന്റ് ആണല്ലോ, അല്ലെങ്കിൽ NDA ആണ് ഭരിക്കുന്നത്. NDAയിൽ ഒരു 36ഓളം മന്ത്രിമാരുണ്ട്, 40ഓളം മന്ത്രിമാരുണ്ടാകും. ഈ മന്ത്രിമാരൊഴിച്ച് NDAയിൽ പലരും ഉണ്ടല്ലോ. NDA സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരല്ലാത്തവരുണ്ടല്ലോ. അവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ലോകസഭയിലെ ഒപ്പോസിഷൻ, അതായത് കോൺഗ്രസിന്റെ ഒരാള് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരാള് അല്ലെങ്കിൽ CPMന്റെ ഒരാള് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനെന്താ വിളിക്കുക? നമ്മളുടെ പ്രൈവറ്റ് ബില്ലുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, പബ്ലിക് ബിൽ, പ്രൈവറ്റ് ബിൽ. പബ്ലിക് ബിൽ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സ് മാത്രം, അതായത് എക്സിക്യൂട്ടീവ് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലുകളെയാണ് പബ്ലിക് ബിൽ എന്ന് പറയുന്നത്. അല്ലാത്ത എല്ലാവരും. ചോദ്യമായി കൂടെ, എനി മെമ്പർ അതർ ദാൻ മിനിസ്റ്റേഴ്സ്. ചിലര് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫോമിംഗ് ഗവൺമെന്റ് അല്ലെങ്കിൽ NDA പോലുള്ള സഖ്യം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിയുടെ അല്ലാത്ത ഓപ്പോസിഷൻസിനെ മാത്രമേ കണക്കാക്കുകയുള്ളൂ. അത് അവരുടെ മിസ്റ്റേക്ക് ആണ്. അങ്ങനെയല്ല, മിനിസ്റ്റേഴ്സ് അല്ലാത്ത എല്ലാവരും പ്രൈവറ്റ് ബില്ലിന്റെ പാർട്ടാണ്. അവരെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ബില്ലിന്റെ പാർട്ടാണ്. മനസ്സിലായോ? ഓക്കെ, ദെൻ ബില്ലുകളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഡിനറി ബിൽ, മണി ബിൽ, ഫിനാൻസ് ബിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ, അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ ഒരു ബില്ലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഒരു ഓർഡിനറി ബില്ല് പാസ്സാവുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാലിറ്റി. ഞാൻ പറഞ്ഞു, ബില്ല് 3 രീതിയിലാണ് സഭയിലേക്ക് പോവുക. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ്. ഫസ്റ്റ് റീഡിംഗ് ഇസ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ. ഏത് സഭയിലും, അതായത് ലോകസഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അത് ഒഫീഷ്യൽ ഗസറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. അതായത് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഗസറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങൾക്ക് ഈ പേരൊക്കെ മാറ്റണം അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടണമെങ്കിൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അതായത് ഗവൺമെന്റ് ഡോക്യുമെന്റിൽ ആദ്യം വരണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡോക്യുമെന്റുകളെ കിട്ടുള്ളൂ. അതുപോലെ ഒരു ബില്ല് സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഗസറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഈ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ദ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫസ്റ്റ് റീഡിംഗ് ഓഫ് ദ ബിൽ. പബ്ലിക്കേഷൻ ഇൻ വാട്ട്? ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ. സോ ഗസറ്റിൽ ആദ്യം പബ്ലിഷ് ചെയ്യും നമ്മൾ. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സെക്കൻഡ് സ്റ്റേജിലേക്ക്, അതായത് ജനറൽ ഡിസ്കഷൻ. സഭയിലേക്ക് ബില്ല് വന്നു, ഒഫീഷ്യൽ ഡോക്യുമെന്റ്, എല്ലാവർക്കും ആ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഒരു ഭാഗം അല്ലെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിന്റെ ഒരു കോപ്പി എല്ലാ മെമ്പേഴ്സിന്റെ ടേബിളുകളിലേക്കും കൊടുക്കും. ഓക്കെ, എല്ലാ മെമ്പേഴ്സ് ഇതൊന്ന് മറിച്ച് നോക്കും, ടോട്ടലി വായിച്ച് നോക്കും. ഓക്കെ, ആദ്യം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു, അതിന് ഫസ്റ്റ് റീഡിംഗ്. സെക്കൻഡ് റീഡിംഗ്, ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഭാഗം എല്ലാ MPസിനും ഓരോ ഫോട്ടോ കോപ്പി വെച്ചിട്ട് കൊടുക്കും. ഓക്കെ, ഇന്ന ഗസറ്റ്, അതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗസറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. താഴെ ബില്ലിന്റെ ഡീറ്റെയിൽസും ആക്ടിന്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇതിനു മേലെ ജനറൽ ഡിസ്കഷൻസ് നടക്കും. ഓക്കെ, സോ ദ സെക്കൻഡ് സ്റ്റേജിലാണ് ജനറൽ ഡിസ്കഷൻസ് നടക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ബില്ലിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. ഇൻകം ടാക്സ് ബില്ലാണെങ്കിൽ ഇൻകം ടാക്സ് ബില്ലിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് എന്താണ്, അതിന്റെ ആശയം എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഇവിടെ ഒരു 3 സബ് സ്റ്റേജുകൾ ഉണ്ട്. ഒന്ന്, നമ്മളൊരു ജനറൽ ഡിസ്കഷൻ നടത്തും.
ഓക്കെ, ജനറൽ ഡിസ്കഷൻ നടത്തും. പക്ഷേ എല്ലാ ജനപ്രതിനിധികൾക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അറിവുള്ളവരായിരിക്കണം എന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിടും. അതായത് പാർലമെന്റിന്റെ ആളുകളെ നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഈ ബില്ലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കൂ. സോ അങ്ങനെ സെലക്ട് ചെയ്യുന്നവർ എന്താ പറയുക? സെലക്ട് കമ്മിറ്റി. ഓക്കെ, സെലക്ട് കമ്മിറ്റിക്ക് നമ്മൾ ഈ ബില്ല് റെഫറൻസിന് വിടും. ഓക്കെ, സെലക്ട് കമ്മിറ്റി എന്ത് ചെയ്യും? ക്ലോസ് ബൈ ക്ലോസ് അനാലിസിസ് ചെയ്യും. എന്ത് ചെയ്യും? ക്ലോസ് ബൈ ക്ലോസ് അനാലിസിസ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യാം? അത് വീണ്ടും സഭയിലേക്ക് വരും. ഓക്കെ, വീണ്ടും സഭയിലേക്ക് വരും. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ജനറൽ ഡിസ്കഷൻസ് നടത്തും. ദെൻ ജനറൽ ഡിസ്കഷനിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടാം, വിടാതിരിക്കാം. മേജർലി പല ബില്ലുകളും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക ബില്ലുകളും സെലക്ട് കമ്മിറ്റിക്ക് നമ്മൾ വിടും. സെലക്ട് കമ്മിറ്റി എന്ത് ചെയ്യും? ക്ലോസ് ബൈ ക്ലോസ് ചർച്ച നടത്തുവാടെ. അതായത് ഓരോ ക്ലോസുകൾ എന്തൊക്കെയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ബിൽ ഒന്നാമത്തെ ക്ലോസ്, ഒന്നാമത്തെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമാണോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടില്ല എന്ന് വിചാരിക്കുക, വേണമെങ്കിൽ നമുക്ക് ജോയിന്റ് കമ്മിറ്റിക്ക് വിടാം. അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് കുറച്ച് പേരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കാം. സോ സെലക്ട് കമ്മിറ്റി ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ ആരും ചെയ്യും? ജോയിന്റ് കമ്മിറ്റി ചെയ്യും. ഇത് ഓറാണ്, ഏതെങ്കിലും ഒരെണ്ണമേ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ നടക്കാറുണ്ട്. മേജർലി ഒരെണ്ണമേ നടക്കാറുള്ളൂ. അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടും, അല്ലെങ്കിൽ ജോയിന്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വിടും. ദെൻ ജോയിന്റ് കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റി എന്ത് ചെയ്യും? വീണ്ടും ജോയിന്റ് കമ്മിറ്റി ഇതിന്റെ അഡ്വൈസ് എങ്ങടേക്ക് കൊടുക്കും? നമ്മളുടെ ലോകസഭയ്ക്ക് കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് റീഡിംഗ് പറഞ്ഞു, സെക്കൻഡ് റീഡിംഗ് പറഞ്ഞു. സെക്കൻഡ് റീഡിംഗിൽ ഡിസ്കഷന് ശേഷം സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. സെലക്ട് കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മളുടെ സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസറീസ് നമ്മളെ എങ്ങടേക്ക് കൊടുക്കും? ലോകസഭയിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ, സോ എന്താ ചെയ്യുന്നത്? കമ്മിറ്റി സ്റ്റേജിൽ ഡിസ്കഷൻ നടക്കും. ദെൻ കൺസിഡറേഷൻ സ്റ്റേജ്. ഹൗസ് കൺസിഡർ ബിൽസ് പ്രൊവിഷൻസ് ക്ലോസ് ബൈ ക്ലോസ് ആഫ്റ്റർ റിസീവിംഗ് ദ കമ്മിറ്റി. ഈച്ച് ക്ലോസ് ഈസ് ഡിസ്കസ്ഡ് ആൻഡ് വോട്ടഡ് അപ്പോൺ സെപ്പറേറ്റ്ലി. ഓക്കെ, ദെൻ സെക്കൻഡ് റീഡിങ്ങിന് ശേഷം കൺസിഡറേഷന് ശേഷം നമ്മൾ അഡ്വൈസ് ആർക്ക് കൊടുക്കും? ലോകസഭയിലേക്ക് കൊടുക്കും. ദെൻ കംസ് ദ തേർഡ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗസറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? സഭയിലേക്ക് ആ ബില്ല് വന്നു. അവിടെ ഒരു ജനറൽ ഡിസ്കഷൻ നടത്തി. ജനറൽ ഡിസ്കഷനിൽ നിന്ന് എന്ത് പറഞ്ഞു? എക്സ്പേർട്ട് ആയിട്ടുള്ളവര് സെലക്ട് കമ്മിറ്റിയിലേക്ക് വിട്ടിട്ട് അവര് പരിശോധിക്കട്ടെ. അവര് ക്ലോസ് ബൈ ക്ലോസ് പരിശോധിച്ചു, എന്ത് കൺസിഡറേഷൻ ചെയ്തു, ക്ലോസ് ബൈ ക്ലോസ് പരിശോധിച്ചു. ദെൻ അതിന്റെ റിപ്പോർട്ട് എങ്ങടേക്ക് വന്നു? സഭയിലേക്ക് വീണ്ടും വന്നു. സഭയിൽ തേർഡ് റീഡിംഗ് നടത്തും. ഓക്കെ, ഇവിടെ ടോട്ടൽ ഒരു ജനറൽ ഡിസ്കഷൻ നടക്കില്ല. ഇവിടെ ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻ മാത്രമേ തേർഡ് റീഡിംഗിൽ സഭയിൽ നടക്കുകയുള്ളൂ. സഭയിൽ ഡിസ്കഷനുള്ള സ്പേസ് വരുമ്പോൾ തേർഡ് റീഡിംഗിൽ എന്താ നടക്കുക? ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ, അല്ലെങ്കിൽ ക്ലോസ് ബൈ ക്ലോസ് അനാലിസിസ് ഒന്നും അവിടെ നടത്തില്ല. കാരണം എന്താ? സെലക്ട് കമ്മിറ്റി ഓൾറെഡി അവിടെ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ തേർഡ് റീഡിങ്ങിന് ഒരു ബില്ല് പാസ്സായി. തേർഡ് റീഡിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബില്ല് വോട്ടിനിടും. അതായത് നമ്മളുടെ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ ചോദിക്കും, ഇനി നമ്മൾ വോട്ടിനിടാൻ പോവുകയാണ്. ചിലപ്പോൾ ആണെങ്കിൽ ഓരോ ഭാഗവും സെപ്പറേറ്റ് വോട്ടിനിടാം, അല്ലെങ്കിൽ ടോട്ടൽ ബില്ല് ഒരുമിച്ച് വോട്ടിനിടും. ഓക്കെ, ടോട്ടൽ ബില്ല് ഒരുമിച്ച് വോട്ടിനിടും. എന്നിട്ട് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡിനറി ബില്ലാണെങ്കിൽ നോർമൽ മെജോറിറ്റി അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയിൽ ബില്ല് പാസ്സാവും. ഓക്കെ, അപ്പൊ ലോകസഭയിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് റീഡിംഗ് വന്നു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിന്റെ കോപ്പി എല്ലാവർക്കും കൊടുത്തു. ഓക്കെ, സെക്കൻഡ് റീഡിംഗ് ഈ ഗസറ്റിൽ വായിച്ചു നോക്കിയിട്ട് ഇവര് ജനറൽ ഡിസ്കഷൻസ് നടത്തും. ക്ലോസ് ബൈ ക്ലോസ് അനാലിസിസ് ചെയ്തിട്ട് ജനറൽ ഡിസ്കഷൻ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? സെലക്ട് കമ്മിറ്റിക്ക് ബില്ല് വിടും. സെലക്ട് കമ്മിറ്റി എന്ത് ചെയ്യും? ക്ലോസ് ബൈ ക്ലോസ് വീണ്ടും അനാലിസിസ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ദെൻ അവര് ആ കൺസിഡറേഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഇത് അഡ്വൈസ് കൊടുക്കും, അല്ലെങ്കിൽ വീണ്ടും സഭയിലേക്ക് വരും. ദെൻ തേർഡ് റീഡിംഗ് നടക്കുന്നു. അവിടെ ഡിസ്കഷൻ മേജർലി ലിമിറ്റഡ് ടു അക്സെപ്റ്റൻസ് ഓഫ് റിജക്ഷൻസ് ഓഫ് ദ ബിൽ. ബില്ല് അക്സെപ്റ്റ് ചെയ്യണമോ റിജക്ട് ചെയ്യണമോ എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും അവിടെ ഡിസ്കഷൻ നടക്കുക. ബിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വോട്ടിനിടും. വോട്ടിനിട്ടിട്ട് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷത്തിൽ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബില്ല് ലോകസഭ പാസ്സാക്കിയതായി കണക്കാക്കിയിട്ട് രാജ്യസഭയിലേക്ക് ഈ ബില്ല് സെൻഡ് ചെയ്യും. ഓക്കെ, രാജ്യസഭയിലേക്ക് ഈ ബില്ല് സെൻഡ് ചെയ്യും. ഓർഡിനറി ബില്ലിന്റെ കേസസിൽ രാജ്യസഭ ഈ 3 പ്രൊസീജിയേഴ്സ്, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ് രാജ്യസഭയിലും ഫോളോ ചെയ്യും. ഓക്കെ, സോ എന്താണ്?
ഒരു പ്രാവശ്യം ഗസറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ലേ. അപ്പൊ വീണ്ടും ഒരു ഫസ്റ്റ് റീഡിംഗ് നടത്തത്തില്ല, മനസ്സിലായോ? വീണ്ടും ഗസറ്റിൽ പബ്ലിഷ് ചെയ്യില്ല. പക്ഷേ ഈ 3 പ്രൊസീജിയേഴ്സ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യുന്നത്? സെക്കൻഡ് റീഡിംഗിലേക്ക് പോകും, തേർഡ് റീഡിംഗിലേക്ക് പോകും. ഈ പ്രൊസീജിയേഴ്സ് എവിടെയും ഫോളോ ചെയ്യും, നമ്മളുടെ രാജ്യസഭയിലും ഫോളോ ചെയ്യും. രാജ്യസഭയും ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഈ ബില്ല് പോകും. ഓക്കെ, പ്രസിഡന്റിന് അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് അസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് വീണ്ടും അയക്കാം. ഓക്കെ, ഇതിന് നമ്മൾ എന്തൊക്കെ പേരിട്ടാ വിളിച്ചേ? അസെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ബിൽ ബിക്കം ആൻ ആക്ട്, ബില്ല് ഒരു നിയമമായിട്ട് മാറും. അസെന്റ് ചെയ്യാം, ലോകസഭ അംഗീകരിച്ചു, രാജ്യസഭയിലേക്ക് വന്നു, രാജ്യസഭ ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് നടത്തി, ദെൻ രാജ്യസഭ അംഗീകരിച്ചു, പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോയി. പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ദ ബിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ആക്ട്. ഓക്കെ, ദ ബിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ആൻ ആക്ട്. ദെൻ വിത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെന്താ വിളിക്കുന്നത്? വിത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിൽ അവിടെ എൻഡ് ചെയ്തു. ദെൻ റിട്ടേൺ ഫോർ കൺസിഡറേഷൻ, ഇതിനെന്താ വിളിക്കുന്നത്? വിത്ത് ഹോൾഡ് അസെന്റിനെ എന്താ വിളിക്കുന്നത്? അബ്സല്യൂട്ട് വീറ്റോ. വീറ്റോ പവേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു മുന്നേ, പ്രസിഡന്റ് റിലേറ്റഡ് ആയിട്ട്, പ്രസിഡന്റ് അല്ല ഗവർണർ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ വീറ്റോ പവേഴ്സ് പറഞ്ഞത്. സോ ഇവിടെ വിത്ത് ഹോൾഡ് ചെയ്യുന്നതിന് എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ എന്നാണ് വിളിക്കുന്നത്. ദെൻ റീകൺസിഡറേഷൻ പോയി കഴിഞ്ഞാൽ ഞാനൊരു വീറ്റോ പറഞ്ഞു, സസ്പെൻസീവ് വീറ്റോ. ദെൻ മൂന്നാമത്തെ കാര്യം, ദെൻ പോക്കറ്റ് വീറ്റോ. ഇവിടെ പറഞ്ഞിട്ടില്ല, ടൈം ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ടൈം ലിമിറ്റ് സഭയിൽ പറയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്തതുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഒരു വീറ്റോ പവറാണ് ഈ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗവൺമെന്റിന് ഈ 4 കാര്യങ്ങളും ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ കേസസ് പബ്ലിക് ബില്ലാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബില്ലാണെങ്കിൽ നമ്മളുടെ പ്രസിഡന്റ് അസെന്റ് ചെയ്ത് അതൊരു ആക്ട് ആയിട്ട് മാറും. ഓക്കെ, സോ ഈ ഒരു പ്രൊസീജിയർ നോക്കി. ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് റീഡിംഗ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു, സെക്കൻഡ് റീഡിംഗ് ജനറൽ ഡിസ്കഷൻ, അതിനുശേഷം കമ്മിറ്റി എക്സാമിനേഷൻ, സെലക്ട് കമ്മിറ്റിയിലേക്ക് വിടുകയാണ്. ദെൻ തേർഡ് റീഡിംഗിലാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസും റിജക്ഷൻസും നടത്തുന്നത് തേർഡ് റീഡിംഗിലാണ്. ദെൻ എന്താണ് ഇത് സെക്കൻഡ് ഹൗസിലേക്ക് പോകും, അല്ലെങ്കിൽ ലോകസഭയിൽ നിന്നാണെങ്കിൽ ഉത്ഭവിച്ചെങ്കിൽ രാജ്യസഭയിലേക്ക് പോകും, രാജ്യസഭയിലാണെങ്കിൽ നേരെ തിരിച്ച് ലോകസഭയിലേക്ക് വരും. അവിടെയും ഈ 3 പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യും. ദെൻ അവിടെയും ബില്ല് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രസിഡൻഷ്യൽ അസെറ്റിന് പോകും. ഓക്കെ, ഇൻ കേസ് ഒരു സിനാരിയോ പറയാം. ഇൻ കേസ് ബില്ല് പാസ്സായില്ല, അതായത് ഫസ്റ്റ് ഹൗസിൽ പാസ്സായി, സെക്കൻഡ് ഹൗസിൽ പാസ്സായില്ല, അപ്പൊ എന്ത് സംഭവിക്കും? രാജ്യസഭയിൽ ബില്ല് പാസ്സായില്ല, നമ്മളുടെ ഇൻകം ടാക്സ് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ട് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ രാജ്യസഭ അത് റിജക്ട് ചെയ്തു. എന്താ സംഭവിക്കുക? ഓർഡിനറി ബില്ലിന്റെ കേസസിൽ പ്രസിഡന്റിന് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. ഏത് കേസസിൽ ഓർത്തു വെക്കുക, ഇതിന് എക്സെപ്ഷനുകൾ ഉണ്ട്. ഓർഡിനറി ബില്ലിന്റെ കേസസിൽ പ്രസിഡന്റിന് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. മണി ബില്ലിന്റെ കേസസിൽ സെപ്പറേറ്റ് ആണ്. മണി ബില്ലും ഫിനാൻഷ്യൽ ബില്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭ അക്സെപ്റ്റ് ചെയ്യണം, വിത്തിൻ 3 months അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, രാജ്യസഭയ്ക്ക് റിജക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിന്റെ കാര്യത്തിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനായിട്ട് പാടില്ല, സെപ്പറേറ്റ്ലി തന്നെ പാസ്സായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല്. ഓക്കെ, ജോയിന്റ് സിറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യത്തിൽ വിളിക്കാനായിട്ട് പാടില്ല. ഓർഡിനറി ബില്ലിന്റെ കാര്യത്തിൽ മാത്രമാണ് ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നത്. അതായത് ഒരു സഭയിൽ ആരൊക്കെ വരും? രാജ്യസഭയിൽ നിന്നുള്ള മെമ്പേഴ്സ് വരും, ലോകസഭയിൽ നിന്നുള്ള മെമ്പേഴ്സ് ഒരു ഓഡിറ്റോറിയത്തിൽ വിളിച്ച് കൂട്ടിയിട്ട് നമ്മളുടെ പ്രസിഡന്റ് ചോദിക്കും, നിങ്ങൾ എല്ലാവരും ബില്ല് പാസ്സാവുന്നുണ്ടോ? സോ മെജോറിറ്റി ഉള്ള ഗ്രൂപ്പ് എന്ത് ചെയ്യും? ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യുകയും ആ ബില്ല് പാസ്സായി പോവുകയും ചെയ്യും. ഓക്കെ, സോ ജോയിന്റ് സിറ്റിംഗ് ഏത് കേസിൽ മാത്രമാണ്? ഓർഡിനറി ബില്ലിന്റെ കേസസിൽ മാത്രമാണ്. ഓക്കെ, സോ ബില്ല് എന്താണെന്ന് മനസ്സിലായല്ലോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായല്ലോ. 3 സ്റ്റേജിലൂടെ ഒരു ബില്ല് കടന്നു പോകും. ദെൻ പബ്ലിക് ബില്ല്, പ്രൈവറ്റ് ബില്ല്. ഇടക്കിടക്ക് ചോദ്യം വരാറുണ്ട്. ഈ പ്രൈവറ്റ് ബില്ല് എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും. ഒപ്പോസിഷൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉത്ഭവിക്കുന്ന ബില്ലാണെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അല്ല, അതർ ദാൻ മിനിസ്റ്റേഴ്സ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിനെയാണ് എന്ത് പറയുന്നത്? പ്രൈവറ്റ് ബില്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഓർഡിനറി ബില്ല് സഭയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രൊസീജിയറാണ് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായെങ്കിൽ ലക്ഷ്മികാന്തിലെ, നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ലക്ഷ്മികാന്തിലെ ദ പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് നിങ്ങൾ പുറകിലേക്ക് മറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഒരു ഹാഫ് പോർഷൻ എത്തുമ്പോൾ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഇൻ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം.
ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കഷൻ ടോട്ടലി അവിടെ ലക്ഷ്മികാന്തിൽ നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക.